ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തിരിച്ചറിയൽ രേഖയായി ആധാർ പരിഗണിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചത് ദിവസങ്ങൾക്ക് മുമ്പാണ്. നേരത്തെ ഉണ്ടായിരുന്ന 11 തിരിച്ചറിയൽ രേഖകൾക്ക് പുറമെയാണ് ആധാറും പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയത്. എന്നാൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി സുപ്രീംകോടതി അന്ന് പറഞ്ഞുവെച്ചു. ആധാറിനെ ഒരിക്കലും ഒരു പൗരത്വ രേഖയായി കണക്കാക്കാനാകില്ല. ഇതോടെ ആധാറിന്റെ യഥാർത്ഥ ഉപയോഗം എന്തെന്ന ചർച്ചകൾ ചൂടുപിടിച്ചു. സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം വീണ്ടും നിലപാട് വ്യക്തമാക്കിയതിനു പിന്നാലെ ആധാറിനെ പൗരത്വരേഖയായി കണക്കാക്കാൻ കഴിയാത്തതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ മേധാവി ഭുവനേശ്വർ കുമാർ രംഗത്തെത്തിയിരിക്കുകയാണ്. കുട്ടികൾക്കും വിദേശികൾക്കും ഉൾപ്പെടെ ആധാർ നൽകുന്നുണ്ടെന്നും അതുകൊണ്ട് ആധാറിനെ ഒരു പൗരത്വരേഖയായി കണക്കാക്കാനാകില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ഇന്ത്യയിൽ 182 ദിവസം താമസിച്ചിട്ടുള്ള ആർക്കും ആധാറിന് വേണ്ടി അപേക്ഷിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മറ്റ് തിരിച്ചറിയൽ രേഖകളിൽ നിന്ന് ആധാർ എങ്ങനെ വ്യത്യസ്തമാകുന്നുവെന്ന് നോക്കാം. ബയോമെട്രിക് രേഖകൾ ശേഖരിക്കുന്ന തിരിച്ചറിയൽ രേഖയാണ് ആധാർ. ആധാറിനായി ഒരു വ്യക്തിയുടെ 10 ഫിംഗർ പ്രിന്റുകൾ, 2 ഐറിസ് സ്കാനുകൾ, മുഖം എന്നിവയുടെ വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. ആധാർ കാർഡിന് പിന്നിലുള്ള QR കോഡ് ആധാർ QR സ്കാനർ ആപ്പ് വഴി സ്കാൻ ചെയ്താൽ എല്ലാ വിവരങ്ങളും ലഭ്യമാവുകയും ചെയ്യും. ഇന്റർനെറ്റ് വേണ്ടാത്തതിനാൽ എവിടെ നിന്നും വിവരങ്ങൾ കൺമുന്നിൽ ലഭിക്കും. 142 കോടിയോളം പേരുടെ വിവരങ്ങളാണ് ഇത്തരത്തിൽ ഇതുവരെ ശേഖരിച്ചിട്ടുള്ളത്. ഐഡന്റിറ്റി പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ, മൊബൈൽ സിം കാർഡ് ആക്ടിവേഷൻ, ഓൺലൈൻ ഓഫ്ലൈൻ വെരിഫിക്കേഷൻ ചെയ്യാൻ കഴിയുന്നതിനാൽ ഡിജിറ്റൽ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ, സാമ്പത്തിക ആവശ്യങ്ങൾ, അറ്റൻഡൻസ് വെരിഫിക്കേഷൻ സിസ്റ്റത്തിൽ വരെ ഉപയോഗിച്ചു വന്നിരുന്ന ആധാർ കള്ളവോട്ട് തടയാൻ കഴിയുമെന്ന് ചൂണ്ടിക്കാട്ടി രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ അനുസരിച്ച് വോട്ട് ചെയ്യാനും ഉപയോഗിച്ചു വന്നിരുന്ന രേഖയാണ്. രാജ്യത്തെ പൗരന്മാരെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഈ രേഖ നിലവിൽ പ്രായപരിധിയില്ലാതെ കുട്ടികൾക്കും റെസിഡന്റ് ഇന്ത്യൻസിനും NRIക്കും വിദേശികൾക്കും ലഭിക്കും. നേപ്പാൾ, ഭൂട്ടാൻ, OCI കാർഡ് ഹോൾഡർമാർക്ക് വരെ ആധാർ ലഭിക്കുമെന്നാണ് ഇപ്പോൾ ഭുവനേശ്വർ കുമാർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആധാർ ഒരു പൗരത്വ രേഖയാണെന്ന ധാരണയിലാണ് രാജ്യത്തെ പൗരന്മാരെല്ലാം ആധാർ എടുക്കാൻ നിർബന്ധിതരായതും പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും ആധാർ ലിങ്ക് ചെയ്യാനുള്ള ഉത്തരവുകൾ വരെ മുൻകാലങ്ങളിൽ വന്നതും നടപ്പാക്കിയതും. എന്നാൽ വിദേശികൾക്കുൾപ്പെടെ അപേക്ഷിക്കാവുന്ന തിരിച്ചറിയൽ രേഖയെന്ന നിലയിലേക്ക് ആധാർ മാറ്റപ്പെട്ടതോടെ ഒരിക്കലും അത് പൗരത്വ രേഖയെ കണക്കാക്കാൻ കഴിയില്ലെന്നാണ് UIDAI മേധാവി ഇപ്പോൾ വിശദീകരിക്കുന്നത്.